യേശുവിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ദൈവനാമം എപ്പോഴും മഹത്വപ്പെടട്ടെ. ദൈവവചനത്തിൻ്റെ ശക്തിയാൽ നമ്മൾ ഓരോരുത്തരും ദിനം തോറും അനുഗ്രഹിക്കപ്പെടുന്നതിന് ദൈവത്തിന് കോടാനുകൂടി നന്ദി അർപ്പിക്കാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 66-ാം അധ്യായം 5-ാം തിരുവചനം. കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുന്നവരെ, അവിടുത്തെ വചനം കേൾക്കുവിൻ. എൻ്റെ നാമത്തെ പ്രതി നിങ്ങളെ ദ്വേഷിക്കുകയും പുറത്താക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ സഹോദരർ, കർത്താവ് മഹത്വം പ്രകടിപ്പിക്കട്ടെ. നിങ്ങൾ സന്തോഷിക്കുന്നത് ഞങ്ങൾ കാണട്ടെ എന്ന് പരിഹസിച്ചു. എന്നാൽ അവർ തന്നെയാണ് ലജ്ജിതരാകുക. നമ്മൾ ദൈവവചനം ശ്രവിക്കുമ്പോഴും മറ്റുള്ളവർക്ക് ആ ദൈവവചനം അയച്ചു കൊടുക്കുമ്പോഴും പലരും നമ്മളെ കളിയാക്കാറുണ്ട്. ഇതുകൊണ്ട് നിനക്ക് എന്താണ് നേട്ടം? ഞങ്ങളെ വെറുതെ ശല്യപ്പെടുത്തരുത്. എന്നാൽ ദൈവമായ കർത്താവ് യെശയ്യാ പ്രവാചകനിലൂടെ വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുകയാണ്, കർത്താവിൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുന്നവരെ, ഭയഭക്തിയോടെ ദൈവവചനം ശ്രവിക്കുവാൻ എൻ്റെ ദൈവം തന്നെയാണ് എന്നോട് ദൈവവചനത്തിലൂടെ സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കി ബഹുമാനത്തോടെ ഭയത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ ആയിരിക്കുമ്പോൾ കർത്താവിനെ പ്രതി ആരെല്ലാം നിങ്ങളെ ദ്വേഷിക്കുകയും പുറത്താക്കുകയും ചെയ്താലും അവർ നിങ്ങളുടെ സഹോദരങ്ങളാണെപ്പോലും അവർ ലജ്ജിതരാകും. ദൈവനാമത്തെ പ്രതി ആര് നിങ്ങളെ പരിഹസിച്ചാലും, ആര് നിങ്ങളെ പുറത്താക്കിയാലും, ആര് നിങ്ങളോട് നിന്റെ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് ഞങ്ങൾ കാണട്ടെ എന്ന് പറഞ്ഞാലും അവസാനം ലജ്ജിതരാകുന്നവർ ഈ പറഞ്ഞവർ തന്നെയാകും. ദൈവവചനം ഭയത്തോടും ബഹുമാനത്തോടും ശ്രവിച്ചവനെ ദൈവം അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ഉയർത്തുകയും ചെയ്യും. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും സഹായത്താൽ നിങ്ങൾ ശ്രവിക്കുന്ന ദൈവവചനം ഭയത്തോടും ബഹുമാനത്തോടും നിങ്ങൾ സ്വീകരിക്കുമ്പോൾ, നിങ്ങൾ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുമ്പോൾ, ഈ ദൈവവചനം സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമ്പോൾ, അതിൻ്റെ പേരിൽ നിങ്ങൾ പരിഹാസം അനുഭവിക്കേണ്ടി വന്നാൽ നിങ്ങൾ വേദനിക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾ ദൈവസന്നിധിയിൽ സുരക്ഷിതരാണ്. ആരാണോ നിങ്ങളെ പരിഹസിക്കുന്നത് അവർ ലജ്ജിക്കേണ്ടതായി വരും. കർത്താവ് നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
യേശുവിൻ്റെ സമാധാനം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകുന്നു. ഈശോ തിന്മയുടെ എല്ലാ ദുഷ്ടശക്തികളെയും നിങ്ങളുടെ ഭവനത്തിൽ നിന്നും നിങ്ങളിൽ നിന്നും എടുത്തു മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ സമാധാനം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.